ആദിത്തമ്പുരാനെ, 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 കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആന ചിഹ്നം വിളിക്കുന്ന പോലെ തമ്പുരാക്കന്മാരെ വിളിക്കരുതെന്ന്. ഈ കോലത്തെ തമ്പുരാക്കന്മാരെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിന്റെ വിചാരം? ഇനി പറയൂ, എന്ത് കിട്ടി? അടി കിട്ടി. അതിനു മുമ്പ് വൈദ്യരെ കിട്ടി. ഓഹോ, എപ്പോ വരും? വിവരം വേണം, വിവരം. ഈ വേലായുധം വൈദ്യൻ ആരാണെന്ന് അറിയോ ആദിത്തമ്പുരാന്? തിരുനക്കര കൊച്ചുകൊമ്പന്റെ കാല് കൂച്ചുവലം കൊണ്ട് കോച്ചിയപ്പോ കൊച്ചി രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കന്മത കുക്കുട തൈലം കാച്ചി തേച്ചു ഭേദമാക്കിയത് ഈ വൈദ്യരാ. ഇടയ്ക്ക് കയറരുത്. കുട്ടനല്ലൂർ കുട്ടൻ തമ്പുരാൻ പല്ലക്കിലേറ്റി കൊണ്ടുപോയി തടി കൊണ്ട് തട്ടുകിട്ടി മുട്ടുകാലൊടിഞ്ഞ കുട്ടിക്കൊമ്പനെ ചികിത്സതും ഈ വൈദ്യനാ. കുട്ടൻ തമ്പുരാൻ ഞൊട്ടിയൊന്നും എനിക്ക് കേൾക്കണ്ട. വൈദ്യരവറാ പാവം തട്ടിപ്പോകാറായി, തീരെ കിടപ്പില്ല. അപ്പൊ വരില്ലേ? വരില്ല. അയ്യോ, ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? മുഴുമിച്ചില്ല, എന്നാ മുഴുവിക്ക്. വൈദ്യര് കിടപ്പിലായാലെന്താ? വൈദ്യരെക്കാൾ കൊടികെട്ടിയ മകൻ വൈദ്യം വരുന്നുണ്ട്. തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന് മുമ്പ് മകൻ വൈദ്യം വരുന്നുണ്ട്. ആദിത്തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന് മുമ്പ് കല്യാണിയുടെ ദീനം മാറ്റിത്തരാന്ന് അച്ഛൻ പറഞ്ഞിരിക്കുക. ഓ, കഷ്ടായി കഷ്ടായി. എന്റെ പട്ടാഭിഷേക സമയത്ത് കല്യാണി ഇങ്ങനെ ദണ്ണപ്പെട്ട് നിൽക്കുന്നത് കഷ്ടായി എന്ന് പറയായിരുന്നു. തമ്പുരാൻ കണ്ടോ? കല്യാണി ഇവിടെ തുള്ളിച്ചാടി നടക്കും. മകൻ വൈദ്യനും ശിഷ്യനും പുറകെ എത്തിക്കഴിഞ്ഞു. വാങ്ങാനുള്ള മരുന്നും കൂട്ടങ്ങളുടെ ലിസ്റ്റും തന്നു. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ പോയി വാച്ചോട്ട് വാടോ. ആദ്യ കേസ് ഓർമ്മയുണ്ടോ? ആരാ? ഞങ്ങളിവിടുത്തെ കുട്ടിയെ കാണാൻ വന്നവരാ. കല്യാണി കുഞ്ഞിനെ പെണ്ണ് കാണാൻ വന്നവരല്ലേ? നിൽക്കൂ, ഞാനിപ്പോ വരാം. ആദിത്തമ്പുരാനെ, ആദിത്തമ്പുരാനെ, നീ ഇതുവരെ പോയില്ലേ? ദേ കല്യാണിയുടെ ആളുകൾ എത്തി. സന്തോഷം സന്തോഷം. നീ ഇങ്ങനെ താളം തുള്ളി നിൽക്കാതെ അങ്ങാടി പോടാ. ഞാൻ ഈ ലിസ്റ്റ് ഒരിക്കൽ കണ്ടതല്ലേ, പോടാ. നമസ്കാരം. വഴിയിലോ ചെറിയ തടസ്സം ഉണ്ടായി, ഞങ്ങൾ വൈകില്ലല്ലോ. അതിനിവിടെ മതം പൊട്ടി നിൽക്കുമൊന്നും അല്ലല്ലോ കല്യാണി, അല്ലേ? വലിയ പലിതക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ആ വഴിക്ക് ലേശം താല്പര്യം ഇല്ലാതില്ല. ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അസുഖഭേദമാക്കിയ ചരിത്രം വരെയുണ്ട്. അതൊരു വശം. അനിയന്തമ്പുരാനാ അല്ലേ? അല്ല, ഞാനാ ഫലിതക്കാരൻ. അല്ല, ഇദ്ദേഹം അനിയന്തമ്പുരാൻ അല്ലേ? കുടുംബചരിത്രമൊക്കെ പിന്നെ പറയാം. ഇതിലാരാ മെയിൻ റോള്? അപ്പൊ ഇവിടുന്ന് ഫലിതത്തിനൊട്ടും പിന്നോക്കമല്ല. എന്റെ അത്ര വരില്ല. ഫലിത ഇതാ കക്ഷി. പിടിവാശി അല്പം കൂടുതലാ അവൾക്ക്. അറിഞ്ഞും കണ്ടും ഒക്കെ വേണം പെരുമാറാൻ. അതോർത്ത് വിഷമിക്കണ്ട. ഏത് രീതിയോടും പൊരുത്തപ്പെടാൻ മിടുക്കനാ ഞാൻ. എങ്ങനാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? ആദ്യം കല്യാണി ഒന്ന് കാണണം, പിന്നെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാം. എന്നാ വന്ന കാലം ഇരിക്കാതെ നിൽക്കുകയാണ്. അല്ല, നിക്കാതെ അപ്പുറത്തോട്ട് പോവുക. ബലരാമ, കല്യാണി കാണിച്ചു കൊടുക്ക. എന്നാ വാ. ഇവന് മതം പൊട്ടി. കല്യാണിക്ക് കുറച്ച് കൂടുതലാ. തിരുമംഗലത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇവറ്റകളാ. മാധവ, ഇവരെ കല്യാണിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അതെ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വിടുന്നേ? ഇത്തിരി പൊങ്ങച്ചക്കാരാന്നാ തോന്നുന്നു. സാരമില്ല, എല്ലാം ഒന്ന് കണ്ടിരിക്കും, നമുക്ക് നല്ലതാ. നടക്കുക. തമ്പുരാൻ പറഞ്ഞില്ലേ കല്യാണിക്ക് ലേശം കുറുമ്പുണ്ടെന്ന്? ലേശമൊന്നും അല്ല, കുറച്ചധികമാ. കഴിഞ്ഞ ദിവസം ഇതുപോലെ കുട്ടിക്കൃഷ്ണൻ കൊണ്ടുവന്നതാ ഒരാളെ. ആദ്യം ഒന്ന് അടുത്തു, പിന്നെ കാലിൽ പിടിച്ച് ചുരുട്ടി നിലത്തൊരടിയ. കോവിലത്താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നല്ല അടക്കം ഒതുക്കം കാണുമെന്ന. അതെ, അടക്കം ഒതുക്കം ഒക്കെ ഉണ്ടായിരുന്നതാ. ഇടയ്ക്ക് മനക്കില്ലത്തൊന്ന് പോയി. കുറച്ചു ദിവസം അവിടെയായിരുന്നു. അവിടെയുണ്ടല്ലോ ഏവനായിട്ട് വേറൊരുത്തൻ, ശങ്കരൻകുണ്ടി. അവനുമായി അടുത്തു. പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ ചെറിയൊരു സംശയമുള്ളത് ഗർഭമുണ്ടോന്ന. എടാ ഭൈരവ, അടവങ്ങാനൊന്ന് പിഴച്ച പിന്നെ അറിയാലോ, രണ്ടെണ്ണത്തിനെയും കൊന്ന ഓലോത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങോട്ട് കുഴിച്ചു മൂടുക. ഞങ്ങളുടെ തമ്പുരാൻ പറയും, പിന്നെ ഒരു ഈച്ച പോലും പുറത്തറിയില്ല. നീ ധൈര്യം കൈവിടല്ല വിഷ്ണു. ചികിത്സാ വിധികളെ കുറിച്ചെല്ലാം വൈദ്യര് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? അതങ്ങ് പ്രയോഗിച്ചാ പോരെ? അല്ല, എത്തിയോ? വരിക വരിക. വൈകണ കണ്ടപ്പോ ഇങ്ങോട്ടൊക്കെയുള്ള വഴി തെറ്റിയോന്ന് ശങ്കിച്ചു. ഏയ്, തിരുമംഗലത്തേക്കുള്ള വഴി തെറ്റി. നല്ല കഥ. അകത്തേക്ക് ഇരിക്ക. എന്തൊരു എളിമ! ആ കുട്ടിശങ്കരൻ പറഞ്ഞ അത്ര ശരിയാ. വരിക. ആളെങ്ങനെയുണ്ട്? പോ മുത്തശ്ശി.
ജ്യൂസ് ഐറ്റംസ് കഴിക്കുക. ആ, കോവിലകത്തെ ഏറ്റവും മൂത്ത ആളാ മകരും തിരുനാൾ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി, കേട്ടിണ്ടാവും. തിരുനാള് ചേർത്തുള്ള വിളിയൊന്നും ഇപ്പൊ ഇല്ല കുട്ടിയെ, ഒക്കെ പഴയ കാലം. ആ ഇരിക്കുക. ഇത് പിന്നെ അയ്യോ അനിയന ബലരാമൻ ഇരിക്കുക. എനിക്ക് ലേശം മറവിയുണ്ട്. ഇരിക്കുക. നിങ്ങൾ 4-5 പേരെങ്കിലും ഉണ്ടാകുമെന്നാ കരുതിയത്. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, കൂടെ നിൽക്കാൻ ഒരാള് അത്രേ വേണ്ടു. തന്നെയുമല്ല കല്യാണിയെ കുറിച്ച് ധാരാളം കേട്ടിരിക്കണു. ക്ഷേത്രത്തിൽ വെച്ച് 1-2 തവണ കണ്ടിട്ടുമുണ്ട്. ആഹാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? അവള് പാവാ, എന്നാലും ഇടയ്ക്ക് ഇത്തിരി കുറുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. അത് ഞാൻ കൂച്ചുവലങ്ങിട്ട് നിർത്തിക്കോളാം. രസികൻ, അവക്ക് ചേർന്ന ആള് തന്നെയാ. എന്നാ പിന്നെ ഒന്ന് കാണായിരുന്നു. പിന്നെന്താ, ഒരു കാപ്പൂടി ആകാലോ. അവലോ സാവിത്രി, സ്വന്തം നാള്. ആ, ഇനിയിപ്പോ എങ്ങനെയാ കാര്യങ്ങള്? ആദ്യം കല്യാണിയുടെ കുറച്ച് മൂത്രം വേണം. അയ്യോ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ എടുത്തോളാം. മൂത്രം നോക്കിയാൽ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്തൊക്കെയാ വിളിച്ചു പറയണേ? തമ്പുരാനെ, എന്താണ്? തിരുമംഗലം ഗോകുലത്തെ പാരമ്പര്യത്തെ കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ടാ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോ വന്ന് കണ്ടേക്കാമെന്ന് കരുതിയത്. എന്നിട്ട് ഇതാണോ കോകുലത്തുള്ളവരുടെ മര്യാദ? വന്ന് കയറിയ ഇവിടെ ആനയുടെ കീഴെ കൊണ്ട് നിർത്തിയിട്ട് അറക്കാവ് തൊളിച്ചിട്ട് നെറുകേട് കാണിക്കുന്നു. അതെ, നാട്ടിലുള്ള ചെക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി കൊച്ചു തമ്പുരാട്ടിക്ക് സ്വയംവരം നടത്താനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ആ ചെറ്റത്തിൽ കൂട്ടിക്ക് എന്നെ കിട്ടില്ല. അവനെന്റെ കൈ കിട്ടും. കൊച്ചു തമ്പുരാട്ടിയെ കണ്ടോ? തൃപ്തിയായല്ലോ. ഇപ്പൊ തൃപ്തിയായി. അകത്ത് കൊടുക്കാൻ പറ്റാത്തത് പുറത്ത് വന്നപ്പോ തൃപ്തിയായി. അകത്തെന്താ ഇയാള് കൊടുക്കാഞ്ഞത്? ആനയെ ചികിത്സിക്കാൻ വന്നോട്ട് മാത്രം വെറുതെ വിടുന്നു. അല്ലെങ്കിൽ വെട്ടി നുറുക്കി കുഴിച്ചു മൂടുമായിരുന്നു. ഒക്കെ ആനപ്പന്തിയിലേക്ക്. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് എത്ര പറഞ്ഞതാ? എന്നിട്ടിപ്പോ ഒരു ആനക്കാരന്റെ മുന്നിൽ മണവാട്ടി പെണ്ണ് ചമഞ്ഞ് നാണം കെടുക. എടി ബാംഗ്ലൂർക്കാരി, മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ. ആ മീശക്കാരൻ നെസയേക്കാൾ എത്ര സുന്ദരനാ ആനക്കാരൻ. എന്തൊരു ഐശ്വര്യ ആ മുഖത്ത്, നീ നോക്കിയോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മുത്തശ്ശി? ആ കൊച്ചനൊരു അബദ്ധം പറ്റി, അത്രയല്ലേ ഉള്ളൂ. അബദ്ധ അത്രേ. വായി തുറന്ന് പറയായിരുന്നില്ലേ അവന് ആനപ്പണിക്ക് വന്നാണെന്ന്? പൊയ്ക്കോ, നല്ല അടി കിട്ടും. അതിന് ഇനി ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കണ്ട. ഏത് പെൺകുട്ടിക്കാ ഇങ്ങനെയൊക്കെ ഉണ്ടായാല് വിഷമമില്ലാതിരിക്കാ? ഒന്ന് പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അവിടെ നിന്ന് രണ്ടാമത് നിൽക്കുന്നത് ആ പാർട്ടി രോഗിണിയാ. രോഗിണിയോ? കല്യാണി എന്നല്ലേ പറഞ്ഞത്? രോഗിണി എന്ന് വെച്ചാൽ രോഗം വന്നവൾ എന്നർത്ഥം. ഓ അങ്ങനെ. വയറ്റിലേക്ക് പോകുന്നതിന് ഒരു കുറവുമില്ല, പക്ഷെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, അതാണ് ഒരു കുഴപ്പം. ഓഹോ, അതിന് ഈ അഷ്ടചൂർണം തേനും ചേർത്ത് പൃഷ്ഠഭാഗത്ത് തേച്ചാ മതി, ഇല്ലേ വൈദ്യരെ? പിന്നെന്താ, ശിഷ്ടലേശം ഉണ്ടെങ്കിൽ നീ കൂടി എടുത്ത് ഇങ്ങനെ തേച്ചോ. തലയിരിക്കുമ്പോ വാലാടണ്ട. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയാം. കുട്ടിശങ്കര, നീ പോയി ഒരു കുട്ടകവും 3-4 ചട്ടവും തയ്യാറാക്കി വെക്കുക. വേഗം വേണം. ചെല്. ഭൈരവാ, നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കും അറിഞ്ഞൂടാ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ചെയ്തോണം. അപ്പൊ ചട്ടവും കുട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞതാ? അതാ തെണ്ടി ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. വയറ്റിന്ന് പോകാത്തല്ലേ മെയിൻ പ്രശ്നം? അതെ. അപ്പൊ ചട്ടകം വേണ്ടി വരും. എന്നിട്ട് ചട്ടം കൊണ്ട് തോണ്ടിയെടുക്കാനാ? ഏയ്, വൈദ്യൊരു അപൂർവ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, കരിന്താന്നി കഷായം. ആ കഷായം കാച്ചുന്നതിന് മുമ്പ് നമുക്ക് അവളൊന്ന് മെരുക്കിയെടുക്കാം. വാ. മെരുക്കിയെടുക്കും. വിഷ്ണു പേടിക്കണ്ട, വാ. കല്യാണി എന്ന് പറഞ്ഞിട്ട് അതിന് കൊമ്പുണ്ടല്ലോ. അത് കൊമ്പല്ലടാ മണ്ട, തേറ്റ. ചില പെണ്ണാനക്ക് തേറ്റ ഉണ്ടാവും. ആനയാണ്, സൂക്ഷിച്ചെടുത്തില്ലണം. അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. മോളെ കല്യാണി, നിന്റെ ദീനം ഭേദാക്കാൻ വന്ന 2 വൈദ്യന്മാരാണ് ഞങ്ങള്. നീ ഒന്ന് സഹകരിച്ച 2 ദിവസത്തിനുള്ളിൽ തുള്ളി നടക്കാൻ. പിടിച്ചോ. മിടുക്കി. കണ്ടോടാ, ഈ ആനയെ മെരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നേക്ക.
അതറിയാമെങ്കിൽ ഏത് കൊലകൊമ്പനെ വരച്ച വരയിൽ നിർത്താം. എന്താ എന്ത് പറ്റി? കല്യാണി തട്ടിയിട്ടതാ. ഭാഗ്യം. ആ വേലായുധന്റെ പരമേശ്വരന്റെ ഗതി വന്നില്ലല്ലോ. അതാരാ അളിയന്മാരാണോ? ചേച്ചേ നിങ്ങളെ പോലെ രണ്ട് ആന വൈദ്യന്മാരാ. ഇവൾ ഒറ്റ തട്ടിന് ചവിട്ടി അരച്ചു കളഞ്ഞില്ലേ. കൈ വേറെ കാല് വേറെ. ആ ഇവിടെ വെച്ച് തന്നെ. എങ്കിൽ ഈ പണിക്ക് ഞങ്ങളില്ല. വാടാ. ഇല്ല പിന്നെ എന്ത് പഠിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? പിണ്ടം വാരാൻ വന്നതാ. ഇങ്ങനത്തെ ആനയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? പിന്നെ എങ്ങനത്തെ ആനയാണെന്ന് അറിഞ്ഞത്? വന്ന പാടെ ഒരു കല്യാണം കുളമാക്കി. ഇനി കല്യാണിയുടെ ദീനം മാറ്റാതെ രണ്ടുപേരും പറമ്പിന് പുറത്തേക്ക് പോകില്ല. ഞങ്ങൾ പോവും. പോകുക കാണാം. മാധവ ഭാർഗവ ഇവിടെ കാവല് നിന്നോണോ. യുവന്മാർ രണ്ടുപേരും പറമ്പിന് പുറത്തേക്ക് ഇറങ്ങിയ പോകുന്ന യവന്മാരുടെ തല ആയിരിക്കില്ല. ഓർത്തോ. വാടാ ബലരാമ. ആ